Now, Sri Thiruvanchur Radhakrishnan, Honorable Minister, will inaugurate the Orthodox Seminary Digital Library that contains valuable and rare manuscripts of the Church, which will be followed by the felicitation of the Minister. ഇന്ത്യയിലെ ലൈബ്രറികളിൽ അപൂർവമായ സംവിധാനമാണ് ഡിജിറ്റൽ ലൈബ്രറി. ഓർത്തഡോക്സ് സെമിനാരി അഭിമാനത്തോടെ ദശാബ്ദി സമ്മാനമായി സമർപ്പിക്കുകയാണ് ഓർത്തഡോക്സ് സെമിനാരി ഡിജിറ്റൽ ലൈബ്രറി. ഈ സെമിനാരിയിലും ഇതിനോടനുബന്ധിച്ച് പലയിടങ്ങളിലുമുള്ള ഗ്രന്ഥങ്ങളുടെയും പുരാതന രേഖകളുടെയും ഓൺലൈൻ ലഭ്യതയാണ് OSDL. ആയതിൻ്റെ CD ചീഫ് ലൈബ്രറിയൻ ഫാദർ CC ചെറിയാൻ ബഹുമാനപ്പെട്ട ഗതാഗത വനം വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇപ്പോൾ നൽകുന്നു. ഓർത്തഡോക്സ് സെമിനാരി ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആശംസാ പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. അഭിവന്ദ്യരായ തിരുമേനിമാർ, സംപൂജ്യരായ വിശിഷ്ടാതിഥികൾ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഞാൻ ഈ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രോജ്വലമായ അധ്യായം ഉയർത്തുന്നതിൽ തനിമയോടുകൂടിയ ഒരു ചരിത്രം ഉയർത്തിപ്പിടിച്ച 2 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ പഴയ സെമിനാരിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിവാദ്യം ഞാൻ ഒരിക്കൽ കൂടി നേരുകയാണ്. ഒരു പഠന ഭവനമായി ആരംഭിച്ച് ഇന്നിപ്പോൾ വിപുലമായ രൂപത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന മധ്യ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നിയന്ത്രണം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഈ സെമിനാരി നിശ്ചയമായും നമ്മളുടെ പൊതുചിന്താധാരയുടെ മുഖ്യ ഘടകമായി ഞാൻ കണക്കാക്കുകയാണ്. എന്നും ഒരു സമൂഹം അതിൻ്റെ പശ്ചാത്തലം ക്രമീകരിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഈ പുതിയ ഡിജിറ്റൽ ലൈബ്രറി സിസ്റ്റവും ഇതിന് ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കുകൂടി റൈഡറായി ചേർക്കാതെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർമ്പൂർ യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിൽ നമ്മുടെ ഈ മണ്ണിൽ വൈദിക സെമിനാരി, നമ്മളുടെ ഈ പഴയ സെമിനാരി കേന്ദ്രീകരിച്ച് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സാധ്യത വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ വളർച്ചയാണ്. ചരിത്രം എപ്പോഴും പുതുമയുണ്ടാക്കിക്കൊണ്ട് പോവുകയും ചെയ്യണം. ഒരു സമൂഹത്തിൻ്റെ ചരിത്രം നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. അത് പൂർണ്ണമായി കാത്തു സൂക്ഷിക്കുന്നതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന സഭയും സമൂഹവും കേരള ജനതയ്ക്കും അതിലൂടെ ഇന്ത്യൻ മനുഷ്യരാശിക്കും ഗുണകരമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലെല്ലാം എൻ്റെ പൂർണ്ണ ഹൃദയം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.